ഗൈസ്, നമുക്കൊന്ന് വാട്ട്ഫോർഡ് ഹരേകൃഷ്ണ ടെമ്പിൾ വരെ പോയാലോ? അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആയിട്ട് വാട്ട്ഫോർഡ് ഹരേകൃഷ്ണ ടെമ്പിൾ വരെ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ടെമ്പിളിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഭക്തി വേദാന്ത മാനോർ എന്നാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു 15 ഇയേഴ്സ് ബാക്ക് എങ്ങാണ്ട് പണിതാണ്. കറക്റ്റ് ഏത് ഇയറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 17 acres ഓഫ് ലാൻഡിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ടെമ്പിളും ഗാർഡനും ഫാമും എല്ലാം കൂടെ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുകയാണ് ഈ സ്പേസിൽ. അപ്പോൾ എൻട്രൻസിൽ നമ്മൾ കയറി ചെന്ന് അതിനകത്തൂടെയാണ് മെയിൻ ടെമ്പിളിലേക്ക് പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് നട അടിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് അവരുടെ അടുത്ത മെയിൻ പ്രസാദം നമ്മളുടെ കയ്യിൽ തരത്തില്ല, നമ്മളുടെ നെറ്റിയിലാണ് അവർ അത് ചെയ്തു തരുന്നത്. അങ്ങനെ ഞാൻ ആ പ്രസാദം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടുത്തെ ഗാർഡനിലും ഫാമിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. കുറേ മറ്റേ കൊക്കുകളും കൗസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെൻട്രലായിട്ടൊരു പോണ്ട് ഉണ്ടായിരുന്നു, അവിടെയും കുറേ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ചിന്തിക്കട പോലെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് സിമിലർ ടു ചിന്തിക്കട ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറി കുറേ ബുക്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ്, കൃഷ്ണൻ്റെ സ്റ്റാച്യൂസും പിന്നെ കുറേ കീ ചെയിനുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു, കാരണം അവരത് പ്രൈവറ്റായിട്ട് വെക്കുന്ന ഒരു ആണല്ലോ. അങ്ങനെ നമ്മൾ പക്ഷേ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറേ കണ്ട് കുറേ നേരം നിന്നു. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കുറേ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം UK അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ അവർ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ വൈബുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കഴുത്തിടുന്ന മറ്റേ മാലകളും ബ്രേസ്ലെറ്റുകളും കമ്മലുകളും പിന്നെ കുറേ കോട്ടൺ ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ കോട്ടൺ മാത്രമേ ഉള്ളൂ, പ്യുവർ കോട്ടണിൽ അവർ. പക്ഷെ നല്ല റേറ്റാണ്. നമ്മുടെ നാട്ടിലെ ഒരു 5,000 മേളിലാണ് എല്ലാം, സിമ്പിൾ ടോപ്പുകളാണെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ ഇതൊക്കെ കണ്ടു. ചെറിയ ചെറിയ കൃഷ്ണൻ്റെ പ്രതിമകളും ഗണപതിയുടെ പ്രതിമകളും പിന്നെ ഓടിൻ്റെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വലിയ വലിയ കൃഷ്ണൻ്റെ സ്റ്റാച്യൂസുകളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മളതെല്ലാം കണ്ടു. പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്തു. കാരണം ഈ അമ്പലത്തിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസിനെയാണ് ഞാൻ കണ്ടതും. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി സൗത്ത് ഇന്ത്യൻസിനെക്കാട്ടിലും കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ശ്രീലങ്കൻസിനെയും ഞാൻ കണ്ടു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഓടിൻ്റെ പ്രതിമ. നല്ല റേറ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തെ റേറ്റാണ്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ ചന്ദനക്കൂർ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.